വിജയത്തിന് പിന്നാലെ പദവികൾ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്. കൊല്ലം, കൊച്ചി, തൃശൂർ മേയർമാരെ ഉടൻ പ്രഖ്യാപിക്കും. കൂടിയാലോചനകൾക്ക് തുടക്കം. പരാജയ കാരണം കണ്ടെത്താൻ ഇടത് നേതൃയോഗങ്ങൾ ചൊവ്വാഴ്ച ചേരും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പദവികൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. മേയർമാരെ കൊല്ലം, കൊച്ചി, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ മേയർമാരെ ഉടൻ തന്നെ പ്രഖ്യാപിക്കാനാണ് ആലോചന. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട രീതിയിൽ തന്നെ മേയർമാരെ നിയമിക്കുവാനോ ആണ് ഇപ്പോഴത്തെ പാർട്ടി തീരുമാനം. അതായത് ചർച്ചകൾക്കോ അതിനപ്പുറത്തേക്ക് വലിയ തരത്തിലുള്ള വിലപേശലുകളോ മേയർമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വേണ്ട എന്നാണ് AICC നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ആണ് ആദ്യം തന്നെ മേയർ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷെ അവിടെ പരാജയപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കൊല്ലത്ത് അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ഹഫീസാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. കൊച്ചിയിലും കോഴിക്കോട്ടും കൊച്ചിയിലും ഒപ്പം തന്നെ തൃശ്ശൂരും കണ്ണൂരും ഒക്കെ ആണ് ഇനി മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. കാരണം ഈ 3 സ്ഥലങ്ങളിലും കണ്ണൂർ ഒഴികെ കൊച്ചിയിലും തൃശ്ശൂരിലും അപ്രതീക്ഷിതമായ ഒരു വിജയം ആണ് കോൺഗ്രസിന് ലഭിച്ചിരുന്നത്. വിജയിക്കും എന്ന് കരുതിയിരുന്നെങ്കിൽ തന്നെയും അവർ മേയർ സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനിച്ചിരുന്ന എല്ലാവരും വിജയിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യം. തൃശ്ശൂരിൽ 3 പേരെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. അവരെല്ലാം തന്നെ വിജയിച്ചു. അതുപോലെ തന്നെ കൊച്ചിയിലും അത്തരത്തിൽ ഒരു വിജയം കൈവരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും ഉണ്ടാകാതെ തന്നെ മേയർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനായി നാളെയാണ് ഒരു AICC നേതാക്കന്മാരും KPC നേതാക്കന്മാരും തമ്മിൽ ഒരു യോഗം ചേരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അത്തരത്തിൽ യോഗം ചേർന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ഒപ്പം മുനിസിപ്പാലിറ്റികൾ അതുകൂടാതെ തന്നെ ഈ കോർപ്പറേഷൻ, പ്രത്യേകിച്ചും കോർപ്പറേഷനിലായിരിക്കും KPCC നേതൃത്വം നേരിട്ട് ഇടപെടുക. ബാക്കി ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ KPCC നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഇവിടെ ജില്ലാ കമ്മിറ്റികളായിരിക്കും അതിന്റെ നേതൃനിരയിലുള്ള ആളുകളെ തീരുമാനിക്കുക. അത്തരത്തിൽ ഒരു ഘട്ടം ഘട്ടമായി ആരൊക്കെയാണ് ഇതിൽ പദവികൾ ഏറ്റെടുക്കേണ്ടതെന്ന കാര്യത്തിൽ DCCകളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിലും ഇത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം ജില്ലാ തലത്തിലുള്ള, അതായത് ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ ഒഴികെ ബാക്കിയുള്ളവരെയെല്ലാം ജില്ലാ തലത്തിലുള്ള തീരുമാനപ്രകാരമായിരുന്നു തീരുമാനിച്ചത്. അതുപോലെ തന്നെയായിരിക്കും ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും നേതൃനിരയിലേക്കുള്ളവരെ തിരഞ്ഞെടുക്കുക. ജില്ലാ പഞ്ചായത്തിലും ഒപ്പം തന്നെ ഈ കോർപ്പറേഷനുകളിലും സംസ്ഥാന കമ്മിറ്റി കൂടി അല്ലെങ്കിൽ KPC കൂടി ഇടപെടലുകൾ നടത്തും. കാരണം അപ്രതീക്ഷിതമായ വിജയം കേരളത്തിൽ ലഭിച്ചതിന് പിന്നാലെ യാതൊരു കാരണവശാലും ഒരു പടലപ്പിണക്കമോ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിലപേശലോ പാടില്ല എന്ന കർശന നിർദ്ദേശം ഇന്നലെ തന്നെ AICC നേതൃത്വം KPCCയെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും UDF കൺവീനറും മുതിർന്ന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരും അടങ്ങുന്ന ഒരു നേതൃത്വം ആയിരിക്കും ഈ മേയർമാരെയും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും തീരുമാനിക്കുക. ഇതിൽ പിന്നീട് ഈ ടേമുകളൊക്കെ തീരുമാനിക്കുന്നത് അതിനുശേഷമായിരിക്കും. നിലവിൽ വളരെ വേഗത്തിൽ തന്നെ സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഭരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശവും AICC മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ തന്നെയാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതാണ് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ആവേശം പകരുന്നത്. പല പഞ്ചായത്തുകളിലും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് അവിടെയൊക്കെ തന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ അങ്ങനെയുള്ള പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നത് ചെറിയ ഒരു രീതിയിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ ശതമാനമെങ്കിലും തലവേദന ഉണ്ടാവും. കാരണം അവിടെ വിജയത്തിന് നേതൃത്വം നൽകിയ ആളുകൾ പലരും പട്ടികയിൽ പോലും, അതായത് വിജയിക്കുമോ എന്ന് പോലും അറിയാത്തവരായിരുന്നു. അത്തരത്തിൽ ഉള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതിലൊക്കെ തീരുമാനമെടുക്കുക ഈ മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ഒക്കെ ആയിരിക്കും. എന്തായാലും വലിയ പ്രതിസന്ധികൾക്കോ അല്ലെങ്കിൽ വിലപേശലുകൾക്കോ വഴിവെക്കാതെ തന്നെ ഈ മേയർ സ്ഥാനാർത്ഥികളെയും ജില്ലാ പഞ്ചായത്ത് നേതൃനിരയിലുള്ളവരെയും കണ്ടെത്തും. അതിൽ കൊല്ലത്തെ മേയർ നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. AK ഹഫീസിനെയാണ് നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട്
അവർ പ്രചരണം നടത്തിയത്. തിരുവനന്തപുരത്തും മേയർ സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ശബരിനാഥിനെയാണ്, പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതേസമയം കൊച്ചിയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലും മിന്നുന്ന വിജയം കാഴ്ചവെച്ച കോൺഗ്രസിന് മുന്നിൽ ഒന്നിലധികം മേയറാകാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ അത്തരത്തിലൊരു പരിഗണന നൽകാതെ രാഷ്ട്രീയപരമായി കൂടി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും കൊച്ചി, ഒപ്പം തന്നെ തൃശ്ശൂർ, അതുപോലെ കണ്ണൂർ എന്നിവിടങ്ങളിലെ മേയർ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിൽ എത്തുക. നിലവിൽ ഇനി വലിയ തരത്തിലെ ചർച്ചകൾ ഉണ്ടാകില്ല. ഈ നാളത്തെ ഒരു യോഗത്തോടുകൂടി തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തപ്പെടും. അത് നാളെ എടുക്കുന്ന തീരുമാനം ജില്ലാ ഘടകങ്ങളെ അറിയിക്കുന്ന രീതിയാണ് ഇപ്പോൾ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ AICC നേതൃത്വം KPCCയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന കാര്യത്തിലോ വലിയ തരത്തിലെ ചർച്ചകൾക്കുള്ള സാധ്യത വിരളം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതേസമയം വിജയത്തിൽ മതിമറന്ന് മുന്നോട്ട് പോകാതെ വീണ്ടും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ് AICC നേതൃത്വം ഇന്നലെ തന്നെ KPCC ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇനി നിയമസഭയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി കടക്കണം, അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. പാർട്ടിയുടെ താഴെത്തട്ട് മുതലുള്ള അണികൾ ഈ വളരെ ആവേശത്തിലാണ്. ആ ആവേശം കെട്ടുപോകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ഒരു പങ്കാളിത്തം കോൺഗ്രസിന് ലഭിക്കുന്ന തരത്തിലേക്ക് നീങ്ങണം എന്നൊരു നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. വലിയ താമസമില്ലാതെ തന്നെ നാളെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും ഒപ്പം തന്നെ KC വേണുഗോപാലും കേരളത്തിലേക്ക് എത്തിച്ചേരും. ഇവരുടെ സ്ഥാനത്തിൽ കൂടെ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഇനി പാർട്ടികളുടെ ജില്ലാ ഘടകങ്ങളിലെ അഴിച്ചുപണിയാണ്. അത് ഇപ്പോൾ വേണമോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വേണമോ എന്ന കാര്യത്തിലൊക്കെ വീണ്ടും ചർച്ചയാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതേസമയം ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPIM പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ പാർട്ടിക്ക് കാലിടറിയിരിക്കുന്നു എന്നുള്ളതാണ്. തെക്കൻ കേരളം പാർട്ടിയുടെ കോട്ടയായി വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടി നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒന്നും തന്നെ വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധ തെക്കൻ കേരളത്തിൽ നൽകിയില്ല. പകരം വടക്കൻ കേരളത്തിലായിരുന്നു അവർ ഊന്നൽ നൽകി പ്രവർത്തനം നടത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എറണാകുളം മുതൽ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. തെക്കൻ ജില്ലകളിൽ ജില്ലാ നേതാക്കന്മാരാണ് മുൻകൈയെടുത്ത പ്രവർത്തനം നടത്തിയത്. പക്ഷേ ഈ പ്രവർത്തനത്തിനും അപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി ഒളിച്ചിരിക്കുന്നതായി CPIM നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു ചരിത്ര വിജയത്തിലേക്ക് BJP എത്തിച്ചപ്പോഴേക്കും അത് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു CPIM ഉണ്ടായത്. കാരണം ഏകദേശം 40-നും 50-നും ഇടയ്ക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് വീണ്ടും തുടർഭരണം CPIM ലഭിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രവുമല്ല, മേയർ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ടാണ് CPIM മുന്നോട്ട് നീങ്ങിയതും. കൊല്ലത്തും കാലിടറി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി കൊല്ലത്തുണ്ടായിരിക്കുന്നു. നഗര കേന്ദ്രീകൃത വാർഡുകളിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു പരാജയം CPIM ഉണ്ടായിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന തലത്തിലെ ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറത്തേക്ക് ജില്ലാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ വലിയ തരത്തിൽ തന്നെ നേരത്തെ ചർച്ചയായിരുന്നു. ഒപ്പം അവിടുത്തെ ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തിലും വലിയ തരത്തിലെ വിയോജിപ്പ് പാർട്ടി അണികൾക്കുണ്ടായിരുന്നു. പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ളവർ CPIM അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും അത്തരത്തിൽ പാർട്ടി ഒരിക്കൽ പോലും പരാജയപ്പെടത്തില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജില്ലകളിലൊന്നായിരുന്നു കൊല്ലം. കാരണം മേയർ സ്ഥാനാർത്ഥിയെ നിലനിർത്താൻ കഴിയും. രാജേന്ദ്രബാബു ഉൾപ്പെടെയുള്ളവരെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു CPIM ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാജേന്ദ്രബാബു പരാജയപ്പെട്ടു, മുൻ മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു. അങ്ങനെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ പരാജയപ്പെട്ടതാണ് കൊല്ലത്തിന്റെ ഏറ്റവും ദയനീയമായ ഇടതുപക്ഷ കാഴ്ച എന്ന് നമുക്ക് പറയാൻ കഴിയും. അവിടെ UDFന് വലിയൊരു തേരോട്ടം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. കാരണം നഗര കേന്ദ്രീകൃത വാർഡുകളിൽ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒപ്പം BJPക്കും കാര്യമായ ഒരു നേട്ടം അവിടെ കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ CPIM ഉണ്ടായ വലിയ തരത്തിലെ തിരിച്ചടി ഒരു പരിശോധനയ്ക്ക് വിധേയമാകും. വലിയ തരത്തിൽ കാലിടറിയിരിക്കുന്നത് പാർട്ടിക്ക് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ 3 നഗരസഭകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മൃഗീയ ഭൂരിപക്ഷം കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. അപ്പുറത്തേക്ക് പാർട്ടിക്ക് 5, അതായത് ഇടതു മുന്നണിക്ക് 5 MLA-മാരുള്ള ഒരു സ്ഥലം കൂടിയാണ് പത്തനംതിട്ട ജില്ല. ആ പത്തനംതിട്ട ജില്ലയിൽ വലിയ തരത്തിലുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് പാർട്ടിക്ക് തന്നെ
വലിയ തലവേദനയായി മാറുകയാണ്. മാത്രം CPIM-നുള്ളിൽ ഉണ്ടായിരുന്ന ചില അന്തചിത്രങ്ങൾ അത് വലിയ തരത്തിലെ പ്രശ്നമായി തെളിയിച്ചിരിക്കുന്നു. CPIM-ന്റെ പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ പ്രാവശ്യം SDPയുടെ പിന്തുണയോടുകൂടിയാണ് ഭരണം നടത്തിയിരുന്നത്. പക്ഷേ ഇത്തവണ വനിതാ ചെയർപേഴ്സൺ ആകും എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴേക്കും പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കന്മാർ പാലം വലിച്ചു എന്നുള്ള പ്രചരണങ്ങളും അവിടെ പുറത്തേക്ക് വരുന്നുണ്ട്. പാർട്ടി ഈ പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വലിയ തരത്തിലുള്ള ഒരു ഹിതപരിശോധന നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് വലിയ തരത്തിലെ തിരിച്ചടി ഉണ്ടാകും എന്ന് പാർട്ടിക്ക് തന്നെ നന്നായി അറിയാം. അതേസമയം മധ്യ കേരളത്തിൽ വലിയ തരത്തിലുള്ള കോൺഗ്രസ് മുന്നേറ്റത്തിനെ ഇനി എങ്ങനെ നേരിടും എന്നുള്ളതാണ് പാർട്ടി ആലോചിക്കുന്നത്. ഇന്നലെ തന്നെ പാർട്ടി CPIM-ന്റെ നേതാക്കന്മാർ ഒരിക്കൽ പോലും വിജയം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നേട്ടം കോൺഗ്രസിന് ലഭിച്ചു എന്നൊരു വിലയിരുത്തൽ പാർട്ടി നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി MA ബേബി പോലും പറഞ്ഞിരിക്കുന്നു ചില ഭാഗത്തു നിന്നും കൃത്യമായി വലിയ തരത്തിലുള്ള വോട്ട് കോൺഗ്രസിന് അനുകൂലമായി ലഭിച്ചിരിക്കുന്നു, ഇത് പരിശോധിക്കണം. അങ്ങനെ എല്ലാ നേതാക്കന്മാരും ഇത്തരത്തിൽ പരിശോധന വേണം എന്ന് പറയുമ്പോഴും പാർട്ടിക്ക് എവിടെയാണ് കാലിടറിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ഇനി വലിയ തരത്തിൽ സമയമില്ല. കാരണം 3 മാസത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ താഴെ ഘടകങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രതിഫലിച്ചതെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം കോൺഗ്രസ് നടത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തുകൾ ഒരിക്കൽ പോലും CPIM-നെ കൈവിട്ട ഒരു ചരിത്രം ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വിധിയെഴുത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണ് പാർട്ടിയുടെ നേതൃയോഗം ചേരുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ ജില്ലാ തലങ്ങളിൽ പാർട്ടിയുടെ പരാജയ കാരണങ്ങളെ കുറിച്ച് വിലയിരുത്തൽ ഉണ്ടാവും. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലെ മാറ്റം വേണമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സസൂക്ഷ്മം പാർട്ടി നിരീക്ഷിക്കും. മാത്രവുമല്ല, ഇനി ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ 3ാമത് LDF സർക്കാർ എന്നുള്ളത് പാർട്ടിക്ക് മുന്നിലെ ഏറ്റവും വലിയ ആവശ്യമാണ്. അത് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം. കാരണം BJPയുടെ കടന്നുകയറ്റത്തെ പാർട്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ BJP കടന്നു കയറിയിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന ഒരു 4 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് അടുത്ത കണ്ണ് BJP തിരിക്കും എന്നുള്ളത് അവർക്ക് വ്യക്തമായി CPIM-ന് അറിയാം. അതുകൊണ്ട് തന്നെ CPIM ആ നഗര കേന്ദ്രീകൃത നിയമസഭാ മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് വലിയ തരത്തിൽ ആലോചിക്കും. അതല്ലാത്ത പക്ഷം BJPക്ക് നിയമസഭയിലേക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാകുമെന്ന് CPIM-ന് നന്നായി അറിയാം. കാരണം BJPയെ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ എതിരിടാൻ കഴിയുന്ന ശക്തി ഈ CPIM-ന് ആണുള്ളത്. കോൺഗ്രസ് കാര്യമായ അത്തരത്തിലൊരു എതിർസ്വരം ഉയർത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും അവരുടെ സീറ്റ് വർധന അത് കാര്യമായി തന്നെ ഒരു എതിർപ്പിന് വഴിവെക്കും എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും വടക്കൻ ജില്ലകളിലും പാർട്ടിക്ക് വലിയ തരത്തിലുള്ള പരാജയം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, തലശ്ശേരിയിൽ ഉൾപ്പെടെ തന്നെ വലിയ തരത്തിലുള്ള ഒരു മാറ്റം കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു. അത് പാർട്ടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കിക്കാണുന്നു. കണ്ണൂർ മേഖലകളിൽ BJPക്കുണ്ടായ ഒരു കടന്നുകയറ്റം, പ്രത്യേകിച്ച് തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് ഒരു RNPയുടെ കയറ്റം, ഇതെല്ലാം തന്നെ പാർട്ടി നിരീക്ഷിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കും. അങ്ങനെ ഒരു ജില്ലയിലും മേൽക്കൈയില്ലാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിശോധനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ശരി, വ്യക്തമാണ് ബിനോയ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇങ്ങനെ പദവികൾ പ്രഖ്യാപിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് കോൺഗ്രസ്. മേയർമാരെയൊക്കെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. കൂടിയാലോചനകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. അതേസമയം പരാജയ കാരണം കണ്ടെത്താൻ ഇടത് നേതൃയോഗങ്ങളൊക്കെ ചൊവ്വാഴ്ചയായിരിക്കും ചേരുക. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ബിനോയാണ്.